ഹലോ എവരിവൺ, റിപ്പോർട്ട്സ് SSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് NDA നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അതായത് വിളിച്ചത് 29-ാം തീയതി NDA നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഒട്ടേറെ പേര്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെ ഇനി വരുന്ന ടൈം പീരീഡ് കൊണ്ട്, അതായത് ഏകദേശം സെപ്റ്റംബർ മാസത്തിലാണ് നിങ്ങൾ എക്സാം നടക്കാൻ പോകുന്നത്. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ എങ്ങനെ നിങ്ങൾക്ക് ഈ എക്സാം പഠിച്ച് പാസ്സാവാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ മൊത്തം എങ്ങനെയാണ് സിലബസ് വരുന്നത്, എക്സാം പാറ്റേണുകൾ എങ്ങനെയാണ്, SSBയുടെ ഇന്റർവ്യൂ ഉണ്ട് അതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള മൊത്തം കാര്യങ്ങളും നമുക്കൊരു ഔട്ട്ലൈൻ വെച്ച് നോക്കാം. ഇതിനു മുമ്പും നമ്മളൊരു NDA വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, ആ വീഡിയോ ഒന്ന് കണ്ടുക. എന്താണ് NDA, അങ്ങനെ മൊത്തം NDAയുടെ ഡീറ്റെയിൽസ് നമ്മൾ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി NDAന്റെ ഈ കോഴ്സ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് കോഴ്സ്, ഒരു 1 ഇയർ പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് എന്ത് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എൻറോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ മാത്രം മതി. നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് കോഴ്സ് റൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കംപ്ലീറ്റ്ലി ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും. നിങ്ങൾക്ക് ഫ്രീ ഉള്ളപ്പോൾ ഇരുന്ന് പഠിച്ച് നമുക്ക് എന്താവുന്നതാണ്, ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലേക്ക് നോക്കാം. ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 16 മുതൽ 19 വയസ്സിനുള്ളിലാണ്. അതായത് ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടികൾക്ക് 2025 അപ്പിയറിംഗ് ചെയ്യുന്ന കുട്ടികൾക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ടെൻഷനും വേണ്ട. ഏകദേശം 400ഓളം വേക്കൻസികളാണുള്ളത്. ആ 400ഓളം വേക്കൻസികളിൽ മലയാളികൾ എക്സാം എഴുതുന്ന തന്നെ കുറവാണ്. മലയാളി പിള്ളേര് ഇത് ഇപ്പോഴാണ് അറിഞ്ഞു വരുന്നത്, NDA എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്, ഇതിന് വഴിയേക്ക് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ ഈ അടുത്ത കാലത്താണ് പിള്ളേർ ഇതിന് പിന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത്. അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുള്ള എക്സാംസ് ഒന്നല്ല. നിങ്ങൾ ഇപ്പോഴേ, അതായത് നിങ്ങളൊരു 10ാം ക്ലാസ് മുതലേ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് NDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ 10th തൊട്ടുള്ള പിള്ളേർക്ക് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു ലോങ് ടേം ബാച്ചുകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക്, +2 കഴിഞ്ഞിട്ട് റിസൾട്ട് നോക്കിയിട്ടും അതേപോലെ വേറെ കുറെ അപ്ലൈ നിൽക്കുന്ന പിള്ളേരുണ്ടാവും. നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. 19 വയസ്സാണ് ലാസ്റ്റ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ പറയാം. ഓക്കെ, ഇനി ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ 18 ആണ്. അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യണം കേട്ടോ. എടാ, നല്ലൊരു പോസ്റ്റ് ആണ്, അതും ലെഫ്റ്റനന്റ് പോസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം തന്നെ പോസ്റ്റിംഗ് തന്നെ കിട്ടുക. ഓക്കെ, നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഫുൾ നോട്ടിഫിക്കേഷൻ നോക്കാം. നോക്കടാ, എക്സാമിനേഷൻ പറയുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി നടത്തുന്ന എക്സാം ആണ്. ഓക്കെ, അഥവാ നേവൽ അക്കാഡമി ഇതിൽ തന്നെയാണ് നടത്തുന്നത്. നോട്ടിഫിക്കേഷൻ 10/2025 NDA 2 സെക്കൻഡ് ഫേസ് എക്സാം ആണ് നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു വർഷത്തിൽ 2 എക്സാം ആണ് ഉണ്ടാവുക, നമുക്കറിയാം. ഒന്ന് നടന്നു കഴിഞ്ഞു, ഇനി അതിന്റെ സെക്കൻഡ് എക്സാം ആണ് വരാൻ പോകുന്നത്. കണ്ടക്ടിങ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ആണ് നടത്തുന്നത്. നമ്മുടെ സിവിൽ സർവീസ് എക്സാംസ് ഒക്കെ നടത്തുന്നത് അതേ ടീം തന്നെ. ഓക്കെ, ഇനി നോട്ടിഫിക്കേഷൻ ഡേറ്റ് റിലീസ് ആയത് 29 മെയ് ആണ്. 29 മെയ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഏകദേശം 1 സെപ്റ്റംബർ, ദാറ്റ് മീൻസ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഓഫ്ലൈനിൽ പെൻ ആൻഡ് പേപ്പറിൽ OMR ഷീറ്റുകളാണ് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റിൽ കയറി എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ താഴെ കൊടുക്കാം, അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ടോട്ടൽ വേക്കൻസികൾ എന്ന് പറയുന്നത് 406 വേക്കൻസികളാണ് ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, അതും ആർമിക്ക് 208 വേക്കൻസികൾ ഉണ്ടാവുക. പെൺകുട്ടികൾക്ക് മാത്രം 5 വേക്കൻസികളും ഉണ്ടാവും. ഓക്കെ, നേവിക്ക് 42 വേക്കൻസി ഉണ്ടാവും, പെൺകുട്ടികൾക്ക് 5. എയർഫോഴ്സിന് ടോട്ടൽ 92 വേക്കൻസി ഉണ്ടാവുക, പെൺകുട്ടികൾക്ക് അവിടെ 2 വേക്കൻസി ഉണ്ടാവുക. എയർഫോഴ്സിന് 18 വേക്കൻസികളാണ് ഉണ്ടാവുക, പെൺകുട്ടികൾക്ക് 2 വേക്കൻസി. എയർഫോഴ്സിന്റെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക് ആണ്, നേരത്തെ ടെക് ആണ്. നോൺ ടെക്കിന് 10 വേക്കൻസികളാണ് ഉണ്ടാവുക, പെൺകുട്ടികൾക്ക് 2 എണ്ണം തന്നെയാണ് ഉണ്ടാവുക. 10 +2 കാഡറ്റ് എൻട്രി സ്കീം ഉണ്ട്, അവിടെ 36 വേക്കൻസി ഉണ്ട്. അവിടെ 4 പെൺകുട്ടികൾക്കും അവിടെ എൻറോൾ ചെയ്യാവുന്നതാണ്. അങ്ങനെ മൊത്തം വേക്കൻസീസ് 406. അതിൽ 25 വേക്കൻസി പെൺകുട്ടികൾക്ക് അലോട്ടഡ് സീറ്റുകളാണ് ഉള്ളത്. ഓക്കെ, ഇത് വേക്കൻസിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത് നോക്കാം. ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ നിങ്ങൾ മറക്കരുത്. നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 29 മെയ്യിലാണ്. ഓക്കെ, അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 29 മെയ് തന്നെയാണ്. 18 ജൂണിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാൻ വരുന്നത്. ഓക്കെ, 6 മണിക്ക് മുമ്പായിട്ട് 18 ജൂൺ 6 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ഇനി അതേപോലെ കറക്ഷൻ വിൻഡോ വരുന്നത് 19 മുതൽ 25 ജൂൺ വരെയാണ്. ഓക്കെ, അഡ്മിറ്റ് കാർഡ് ഓഗസ്റ്റിൽ ലാസ്റ്റോട് കൂടി റിലീസ് ആവുന്നതാണ്. എക്സാമിനേഷൻ സെപ്റ്റംബറിലായിരിക്കും, റിസൾട്ട് ഒക്ടോബറിൽ തന്നെ വരികയും ചെയ്യും. ഓക്കെ, ഇത് നിങ്ങൾ മര്യാദയ്ക്ക് ഇപ്പോഴത്തെ +2 പഠിക്കുന്ന പിള്ളേരൊന്നും മര്യാദയ്ക്ക് പഠിച്ച് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ +2 റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ക്വാളിഫൈ ആവും. ഓക്കെ, വേണമെന്ന് വെച്ചാൽ ഒന്ന് പഠിക്കാവുന്ന എക്സാംസ് മാത്രമേ ഉള്ളൂ. എടാ, നിങ്ങൾ എന്തായാലും +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ JEE എഴുതുന്നു, കീം എഴുതുന്നു, നീറ്റ് എഴുതുന്നു ഒക്കെ എന്തിനാ, ഒരു ജോബിന് വേണ്ടിയിട്ടാണ് അല്ലെ.
അതിനു മുമ്പേ വിത്ത് ജോബ് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡിഗ്രികളൊക്കെ പഠിക്കാനുള്ള ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് NDA എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. NDA മാത്രമല്ല, നേവൽ അക്കാഡമി, ഏഴുമലയ്ക്കുള്ള എക്സാംസ് ഉണ്ട്. അങ്ങനെ കുറെ എക്സാംസ് ഉണ്ട്. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മാക്സിമം ഈ വീഡിയോ എന്ത് ചെയ്യാം, നമുക്ക് വളരെ റീച്ച് കുറവാണ്, കാരണം വ്യൂസ് ഉണ്ടെങ്കിലും ആ കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ് പോലുമില്ല. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ ഇൻട്രസ്റ്റോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ മാക്സിമം കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ഈ റീല് നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും മറ്റും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളെ കസിൻസ് ആരെങ്കിലും ഉണ്ടാവും +2 കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന, അവർക്ക് നിർബന്ധമായിട്ട് ഇത് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കണം. നാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആയിരിക്കണം. ഓക്കെ, സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നേപ്പാൾ. ഒക്കെ ഇവിടുന്ന് പിന്നെ മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർക്കും പറ്റും, സ്ഥിരം വിളിക്കുന്ന സംഭവം തന്നെ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. 2007 ജനുവരി 2-നും അതുപോലെ തന്നെ 2010 ജനുവരി 1-നും ഇടയ്ക്ക് ജനിച്ച ആൾക്കാർക്കാണ് ഈ NDA എക്സാംസിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഈ 2 ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇനി കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക്, പെൺകുട്ടികളൊക്കെ 18 കെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആൺകുട്ടിക്ക് പിന്നെ 21 ആവണം കല്യാണം കഴിക്കണമെങ്കിൽ. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുക. വിങ് എൻട്രിക്ക് ഓരോ നോക്കുക. വിങ് എൻട്രി നോക്കുക. NDA ആർമി വിങ്ങിന് 12 +2 പാസ്സായിട്ടുണ്ടാവണം. എനി സ്ട്രീമാണ്, +2 സയൻസ്, അതർ ദാൻ സയൻസ് ഏതും ആവാം. ഓക്കെ, ഒരു പ്രശ്നമില്ല. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏതും ആവാം, കുഴപ്പമില്ല. NDA എന്ന് പറയുന്നത് എയർഫോഴ്സിന്റെ നേവൽ വിങ് ആണ്. അടുത്തത് നേവൽ ആൻഡ് എയർഫോഴ്സ് വിങ് ആണ്. NDA 12th ക്ലാസ് വിത്ത് ഫിസിക്സും മാത്സും അവിടെ വേണം. ഓക്കെ, ഇനി നേവൽ അക്കാഡമി 10 +2 എൻട്രി സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സും മാത്സും ഉണ്ടാവണം +2-ന്. ഓക്കെ, അപ്പൊ ഇതുള്ള ആൾക്കാർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു മേഖലയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ആർമി എൻട്രിയിലേക്ക് ആർക്കും, NDA ആർമി വിങ്ങിലേക്ക് എനി സ്ട്രീം ആയാൽ മതി. +2-ന് അതർ ദാൻ സയൻസ് സ്ട്രീം പഠിക്കുന്ന പിള്ളേർക്ക് നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ എന്തായാലും ലൈഫിൽ ഒരു ടൈമിൽ കഷ്ടപ്പെടും. അത് ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈഫ് സെറ്റിൽ ആവും. ഇല്ലെങ്കിൽ ഇപ്പൊ മാക്സിമം നിങ്ങൾ ഉടായ്പ കളിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ലൈഫ് നല്ല സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ജോലി ഇപ്പോഴേ സെറ്റ് ചെയ്ത് നോക്കുക. ചെറിയ പ്രായത്തിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ റിട്ടയർഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റ് റിട്ടയർഡ് ആകാൻ പറ്റും. അത് ഓർത്ത് വെക്കുക നിങ്ങൾ. ഓക്കെ, ഈ വർഷം +2 അപ്പിയർ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത് നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കാം. UPSCയുടെ ഗൈഡ് ലൈൻസ് ആണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ടാറ്റൂസ് പാടില്ല. ഓക്കെ, ട്രൈബൽ റിലീജിയൻസിലല്ലാതെ ആർക്കും എന്ത് ചെയ്യില്ല, ടാറ്റൂസും കാര്യങ്ങളൊന്നും പാടില്ല. ഓക്കെ, ഹേർണിയ, വെരിക്കോസ് വെയിൻ പോലുള്ള സാധനങ്ങളുണ്ട്, ഗൈനക്കോമാഷ്യ എക്സെട്ര. ഇതൊക്കെ എന്താണ്, ഇങ്ങനത്തെ എന്തെങ്കിലും ഹേർണിയ, വെരിക്കോസ് വെയിൻ, അതേപോലെ തന്നെ ഗൈനക്കോമാഷ്യ എന്ന് പറയുന്ന ഡിസീസുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈയിങ് ബ്രാഞ്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 6x6 ക്ലിയർ വിഷൻ വേണം. ഓക്കെ, നോ ഹൈപ്പർമെട്രോഫിയ പാടില്ല. അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അഗസ്റ്റിമാറ്റിസം പാടില്ല. ഐ ആക്സിൽ ലെങ്ത് എന്ന് പറയുന്നത് 26 ഇതിന് കൂടുതൽ കുറവായിരിക്കും, ഗ്രേറ്റർ ലെസ് ദാൻ എന്ന് പറയില്ലേ, അങ്ങനെ. ഓക്കെ, കോർണിയൽ തിക്നെസ് 450 ലെസ് ദാൻ ആയിരിക്കണം. ഓക്കെ, മൈക്രോൺസ് എന്ന് പറയും, അതൊന്നും കുഴപ്പമില്ല. ഇനി അപ്ലിക്കേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, https://upsc.online.nic.in കയറിയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒരു 1 ടൈം രജിസ്ട്രേഷൻ നമ്മുടെ ആവശ്യമില്ല. ആധാർ കാർഡ് റെക്കമെൻഡഡ് ആണ് കേട്ടോ. ഫോട്ടോ ID കാർഡായിട്ട് നിങ്ങൾ ആധാർ കാർഡ് ഉണ്ടാവണം. ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യുക, എന്നിട്ട് അവിടെ അപ്ലോഡ് ചെയ്യുക, നിങ്ങൾ 10th ഒക്കെ. എന്നിട്ട് ഒരു 100 രൂപ എക്സാം ഫീസ് ഉണ്ടാവും കേട്ടോ. അത് SC ST ഫീമെയിൽസിനും വാട്സ്ആപ്പ് JCS NCS ORS എന്നൊക്കെ അക്സെപ്റ്റഡ് ആണ് കേട്ടോ. അതായത് ജനറൽ കാറ്റഗറിക്ക് OBCക്ക് ഒരു 100 രൂപ ഉണ്ടാവും, ആരും അടയ്ക്കണത്തില്ല, പെൺകുട്ടികളും അടയ്ക്കണത്തില്ല കേട്ടോ. ഇനി എക്സാമിനേഷൻ സെന്റർ വരുന്നത് കേരളത്തിൽ കൊച്ചി, കോഴിക്കോട്, ട്രിവാൻഡ്രം, ഇവിടെയാണ്. ഇത് 3 കേരളത്തിൽ വരുന്ന എക്സാമിനേഷൻ സെന്റേഴ്സ്. ഓക്കെ, ഇനി സബ്ജക്റ്റുകൾ ഉണ്ടാവും. റിട്ടൺ എക്സാം സ്കീം എന്ന് പറഞ്ഞാൽ 900 മാർക്കിനാണ് നിങ്ങൾ എക്സാംസ് നടക്കാൻ പോണേ. ഓക്കെ, സബ്ജക്ട് 1 മാത്തമാറ്റിക്സ് ആയിരിക്കും. 2.5 മണിക്കൂറിന്റെ എക്സാം ആണ്. 300 മാർക്ക് കിട്ടണം. 300 മാർക്കാണ് ഇതിന്റെ ടോട്ടൽ മാർക്ക്. ഇതിനൊരു 50% ഒക്കെ നോർമൽ ആയിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ട രീതി പഠിക്കണം. നിലവിൽ നിങ്ങൾ കോച്ചിങ്ങിന് പോകുന്നുണ്ടാവും, പല സ്ഥാപനങ്ങളിലും പോകുന്നുണ്ടാവും. എന്നാൽ കേരളത്തിൽ പ്രോപ്പറായിട്ട് NDA കോച്ചിങ് കൊടുക്കുന്നത് വളരെ വിരളമാണ്. അതിലൊരു ടീമാണ് നമ്മൾ. ഓക്കെ, വളരെ നമ്മളെപ്പോൾ 1-2 സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ NDAക്ക് പ്രോപ്പർ കോച്ചിങ് കൊടുക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത് ജനറൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. 2.5 hours ആണ് വരുന്നത്. 600 മാർക്ക് ഉണ്ടാവണം. ഓക്കെ, അതായത് ജനറൽ എബിലിറ്റിയിൽ നിങ്ങൾക്ക് GK ഉണ്ടാവും, GS ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ 600 മാർക്ക് ഉണ്ടാവുക. ഓ കേട്ടോ, 2.5 മണിക്കൂറിന്റെ എക്സാം തന്നെയായിരിക്കും അവിടെയും. ഇവിടെ മാത്സ് ആണ് 300 മാർക്കിനാണെങ്കിലും മാത്സ് കുറെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവുന്നതുകൊണ്ട് മാത്സ് കൂടുതൽ ടൈം വരുന്നത്. ഓക്കെ,
നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമാണ് പേപ്പർ ഉണ്ടാവുക. ബ്ലാക്ക് ബോൾ പെൻ ആണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. ബ്ലാക്ക് ബ്ലൂ ഒന്നും കൊണ്ടുപോകരുത് ഈ എക്സാമിന് പോകുമ്പോൾ. ഞാൻ ഇവിടെ ഇപ്പോഴേ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് കൊണ്ടുപോകാറുണ്ട്. ഓക്കെ, ഇനി ജനറൽ എബിലിറ്റി ടെസ്റ്റിന്റെ ബ്രേക്ക് ഡൗൺ നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് 200 മാർക്കിനാണ് ഉണ്ടാവുക. ഗ്രാമർ ആൻഡ് യൂസേജ് ഉണ്ടാവും, വെക്കാബുലറി, കോംപ്രഹെൻഷൻ ഉണ്ടാവും, ക്വസ്റ്റ്യൻ ഇൻ പാസേജസ് ഉണ്ടാവും. പാർട്ട് ബി ജനറൽ നോളജ് 400 മാർക്കിന് അവിടെ ജനറൽ നോളജ് ആണ് വരിക. ഓക്കെ, അവിടെ ഫിസിക്സ് ഉണ്ടാവും, മെക്കാനിക്സ്, ഹീറ്റ്, ലൈറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി തുടങ്ങിയ ഇതുണ്ടാവും. 25% ക്വസ്റ്റ്യൻസിൽ ഫിസിക്സ് ആണ്, 15% കെമിസ്ട്രി ആണ് വരിക, ബേസിക് കൺസെപ്റ്റ്, റിയാക്ഷൻസ്, എലമെന്റ്സ് ഒക്കെ. ജനറൽ സയൻസ് 10% വരിക, ബയോളജി, ഹ്യൂമൻ ബോഡി, എൻവയോൺമെന്റ് പറയുന്ന പോലെ. ഓക്കെ, ഇത്രയാണ് ബയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഡീറ്റെയിൽഡ് സിലബസ് വേണ്ട ആൾക്കാർക്ക് താഴെ ഞാൻ നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, അവിടെ നമ്മൾ ഡീറ്റെയിൽ സിലബസും കാര്യങ്ങളെല്ലാം പഠിക്കേണ്ട പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഹിസ്റ്ററിക്ക് വരുന്നത് 20% വെയിറ്റേജ് ആണ് ഹിസ്റ്ററിക്ക് വരുന്നത്. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ടാവും, ഫ്രീഡം മൂവ്മെന്റ്. ഓക്കെ, അടുത്ത ജോഗ്രഫി ഉണ്ടാവും, ഫിസിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ജോഗ്രഫി ഓഫ് എർത്ത്. ഓക്കെ, ഇനി കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും 10%. റിലേറ്റീവ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് കറണ്ട് അഫയേഴ്സ്. നമ്മൾ നെക്സ്റ്റ് വീക്ക് തൊട്ട് നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ അപ്ഡേറ്റ്സ് ഞാൻ ചെയ്താലെന്ന് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. ഓക്കെ, വെറുതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഡെയിലി കറണ്ട് അഫയേഴ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ചോദിക്കാം. നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞങ്ങൾ അവിടെ ഉത്തരവും തരുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാൻ തന്നെ വേണം. ഓക്കെ, ഇനി NDAന്റെ നമുക്ക് പ്രീവിയസ് കുറച്ച് കട്ട് ഓഫുകൾ നോക്കാം. 2023 664 മാർക്കാണ്, 900 മാർക്കാണ്. ആലോചിക്കാം, 900 മാർക്കിൽ 664 മാർക്കാണ് കട്ട് ഓഫ് വന്നത്. എന്നാൽ NDA 2 കട്ട് ഓഫ് വന്ന 656. 2 എക്സാം നടക്കുന്ന അറിയാം. അത് ഒരു വർഷത്തിൽ 2 നടക്കുന്ന എക്സാം ആണ് NDA 1 NDA 2. ഇനി 2022 720 ആയിരുന്നു കട്ട് ഓഫ്, ഇവിടെ 720 തന്നെ. 2021 709 726 ആയിരുന്നു. 2020 23 719 ആയിരുന്നു. 2019 705 709 ആയിരുന്നു. 2018 708 624. 2016 656 602. ഇവിടെയാണ് ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു റേഞ്ചിൽ ഒരു 750 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. 900-ലാണ് 750 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. ഓക്കെ, വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, NDA 2 ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 2 അതായത് റിട്ടേൺ കഴിഞ്ഞ് പാസ്സാവുന്ന ആൾക്കാരാണ്. ജസ്റ്റ് ഞാൻ ഇപ്പോഴേ പറയുന്നു എന്നുള്ളൊരു ഔട്ട്ലൈനായിട്ട്. 2.4 കിലോമീറ്റർ 15 മിനിറ്റ് കൊണ്ട് ഓടി കയറാനുണ്ടാവും. സ്കിപ്പിങ്ങും പുഷപ്പും സിക്സപ്പ് ഒക്കെ ഉണ്ടാവും, മിനിമം 20 എണ്ണം വെച്ചിട്ട്. ഓക്കെ, ഇനി ചിന്നപ്സ് ഉണ്ടാവും 8 എണ്ണം. അതേപോലെ റോപ്പ് ക്ലൈമ്പിംഗ് 3.4 മീറ്റർ ഉണ്ടാവും കേട്ടോ. ഇനി അടുത്ത് നോക്കുക, SSBയുടെ ഇന്റർവ്യൂ 900 മാർക്കിലാണ് SSBയുടെ ഇന്റർവ്യൂ നടക്കുക. ഓക്കെ, ആർമി, നേവി, എയർഫോഴ്സ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റേജ് 1 സ്ക്രീനിങ് ഉണ്ടാവും. ഇവിടെ നിനക്ക് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റേ വേറെ NDA തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്റലിജൻസ് ആൻഡ് പിക്ചർ പെർസെപ്ഷൻ ആണ് ഉണ്ടാവുക. ആൻഡ് ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റ് PPDT എന്ന് പറയും. ഓക്കെ, സ്റ്റേജ് 2 സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഉണ്ടാവും, GTO ടാസ്കും പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. CPSS മാൻഡറ്ററി ഫോർ ഇത് ഫ്ലൈയിങ് ബ്രാഞ്ച് അപ്ലിക്കൻസിനുള്ളതാണ്. ഓക്കെ, ഇത് ഓൺലി 1 അറ്റംപ്റ്റ് ഇൻ ലൈഫ് ടൈം ആയിരിക്കും. CPSS എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ് ബ്രാഞ്ചിന് ഉണ്ടാവുന്ന ഒരു ഇതാണ്. അത് ലൈഫിൽ ഒറ്റ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഡീറ്റെയിൽസ് ഒന്നും വേറെ ഏത് വീഡിയോ ഉണ്ടായാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യാം, കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈ മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കാം. ഫുൾ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ചെക്കപ്പ് കണ്ടക്ട് ബൈ ആഫ്റ്റർ ക്ലിയറിംഗ് SSB കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവും. പിന്നെ ലാസിക് ഉണ്ടാവും, PRK സ്മൈൽ അക്സെപ്റ്റഡ് വിത്ത് സ്ട്രിക്ട് റെഗുലേഷൻ ഗൈഡ് ലൈൻസ്. സ്മൈൽ കറക്ഷനോ ലേസിക് സർജറിയോ അങ്ങനെ സർജറി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇത് അതുകൊണ്ട് ചെയ്യാനൊന്നും പോകണ്ട. BMI ലിമിറ്റ്സ് ഉണ്ടാവും, ചെക്സ് ഉണ്ടാവും, വിഷൻ ചെക്സ് അപ്ലൈഡ് ഉണ്ടാവും. ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ കളർ ബ്ലൈൻഡ്നസ്, എപ്പിലെപ്സി ഓർ മേജർ പാർട്ട് സർജറീസിനൊക്കെ ഡിസ്ക്വാളിഫൈ ചെയ്ത് വിടും. റിസൾട്ട് ആൻഡ് ഫൈനൽ സെലക്ഷൻ വരുന്നത് ബ്രിട്ടന്റെയും SSBയുടെയും മൊത്തം ആകെ തുകയായിരിക്കും എന്താ നിങ്ങളെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരിക. ഓക്കെ, അപ്പോ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, അത്രേ ഉള്ളൂ. ഹയർ റിട്ടേൺ സ്കോറും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് സ്കോറും പിന്നെ ഓൾഡർ ഏജ് ഒക്കെ പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ടൈ കണക്കാക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് റാങ്ക് റെഡിയാക്കാന്ന് ഓർക്കും. ട്രെയിനിങ് ഡീറ്റെയിൽസ് നോക്കാം. NDA ഘടകവാസലയിൽ 3 വർഷത്തെ ട്രെയിനിങ് ഉണ്ടാവും. ട്രൈ സർവീസ് 3 വർഷത്തെ മിലിറ്ററി ട്രെയിനിങ് ഉണ്ടാവും. പ്ലസ് BA BSc കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് അവിടെ കിട്ടും. പിന്നെ നേവൽ അക്കാഡമി ഏഴിമലയിലാണെങ്കിൽ 4 വർഷം ഉണ്ടാവും. ബിടെക് ഉണ്ടാവും. ബിടെക് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുക. വിത്ത് എന്തുണ്ടാവും, നേവൽ എഞ്ചിനീയറിംഗ് ഉണ്ടാവും. ട്രെയിനിങ് ഇൻക്ലൂഡ്സ് ഫിസിക്കൽ എൻഡ്യൂറൻസ്, ഡിസിപ്ലിൻ ആൻഡ് അക്കാഡമിക്സ്. ഓക്കെ, ഇനി ട്രെയിനിങ് കോസ്റ്റുകൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും,
പോക്കറ്റ് അലവൻസ് ഉണ്ടാവും, 5 മാസം 15,000 രൂപ ഉണ്ടാവും. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ടാവും. പിന്നെ ഇൻസിഡന്റൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ എക്സ്പെൻസ് അങ്ങനത്തെ കുറെ ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ ഇയർലി നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു 35,000 റുപ്യ അങ്ങനെ എക്സ്പെൻസും കാര്യങ്ങളും കിട്ടുന്നതാണോ. ഇനി എക്സാമിന് പോകുന്ന ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, നമ്മൾ എന്തായാലും ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ചെയ്യും, എന്നാലും കേൾക്കുക. ബ്ലാക്ക് പെൻ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഫോട്ടോ ID ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാവണം. ഇലക്ട്രോണിക് ഡിവൈസസ് കൊണ്ടുപോകരുത്. നിങ്ങൾ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ഞാൻ പറയും, അടുത്ത വീഡിയോയിൽ പറയും. അതിന് മുമ്പായിട്ട് നിങ്ങൾ അകത്ത് കയറിയിട്ടുണ്ടാവണം കേട്ടോ. പിന്നെ ട്രെയിനിങ്ങിന്റെ സമയങ്ങളിൽ നിങ്ങൾക്ക് ലീവ് അലോ ചെയ്യില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അതേപോലെ എക്സാമിന് പോകുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു വീഡിയോ കൂടി ചെയ്യും. അപ്പൊ ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ പറയും. ഇനി ഏകദേശം നമുക്കൊരു 5 മാസം നമ്മുടെ മുമ്പിലുണ്ട്, ഏകദേശം 5 മന്ത്സോളം നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് പഠിക്കുക കേട്ടോ. പഠിക്കാൻ എന്ത് അസിസ്റ്റൻസ് വേണമെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. നമ്മുടെ കോഴ്സ് ഉണ്ട്, ലൈഫ് ടൈം കോഴ്സാണ്. NDA ഈ വർഷം കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം NDAക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതേ കോഴ്സിൽ ഇതേ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒരു പേടിയും വേണ്ട. ഞങ്ങൾ മാക്സിമം ലക്ഷ്യം എന്ന് വെച്ചാൽ നിങ്ങൾ കയറ്റി വിടുന്നതാണ്. ഇനി സ്റ്റഡി മെറ്റീരിയൽസ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ നമ്മളോട് വാട്സാപ്പിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമ്മൾ എൻറോൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ എന്തായാലും നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും കൂടുതൽ കാര്യമാണെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.